ജമ്മു കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായി തെറ്റായി ചിത്രീകരിച്ച ഭൂപടം എക്സിൽ പോസ്റ്റ് ചെയ്തതിന് ഇസ്രായേൽ പ്രതിരോധ സേന IDF ഇന്ത്യയോട് ക്ഷമാപണം നടത്തി. ഇറാന്റെ മിസൈൽ ശേഷി കാണിക്കാൻ ഉപയോഗിച്ച ഈ ഭൂപടം ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികളെ തെറ്റായി വരച്ചതിനാൽ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ നിന്ന് രൂക്ഷ വിമർശനമാണ് IDF നേരിട്ടത്. വെള്ളിയാഴ്ച വൈകിട്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത ഭൂപടത്തിൽ ഇറാനെ ആഗോള ഭീഷണിയായി ചിത്രീകരിക്കുന്നതിനോടൊപ്പം ടെൽ അവീവിലെ ലക്ഷ്യമിട്ട് ഇറാൻ വിക്ഷേപിക്കുന്ന മിസൈലുകളുടെ പരിധി കാണിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഭൂപടം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായല്ല, പാകിസ്ഥാന്റെ ഭാഗമായാണ് ഇസ്രായേൽ കാണിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി. ഇത് ഇന്ത്യയിൽ വൻ രോഷത്തിന് കാരണമാവുകയായിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ IDF ഔദ്യോഗിക ക്ഷമാപണം എക്സിൽ പോസ്റ്റ് ചെയ്തു. ഈ ഭൂപടം പ്രദേശത്തിന്റെ ഒരു ചിത്രീകരണം മാത്രമാണ്. ഭൂപടം ഉപയോഗിച്ച് അതിർത്തികളെ കൃത്യമായി ചിത്രീകരിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങളുടെ ഭാഗത്തുണ്ടായ ഏതെങ്കിലും തെറ്റിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. യഥാർത്ഥ പോസ്റ്റിന് ഏകദേശം 90 മിനിറ്റിന് ശേഷമാണ് ഈ മറുപടി എക്സിൽ വന്നത്. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരും ലഡാക്കും പാകിസ്ഥാനും കൂടാതെ ചൈനയും നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മെയ് മാസത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നിലപാട് ആവർത്തിച്ചിരുന്നു. ഇന്ത്യയും ഇസ്രായേലും പതിറ്റാണ്ടുകളായി സൗഹൃദ ബന്ധം പുലർത്തുന്നുണ്ട്. 2017 പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ നേതാവായിരുന്നു. ഇസ്രായേലിന്റെ പ്രധാന വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ. കൂടാതെ സൈനിക ഉപകരണ വിൽപ്പനയിൽ ഇന്ത്യ ഇസ്രായേലിന്റെ പ്രധാന ഉപഭോക്താക്കളിൽ ഒന്നാണ്. അതിനാൽ ഇന്ത്യയുടെ അതിർത്തികളിൽ തെറ്റായി ചിത്രീകരിച്ച ഈ ഭൂപടം ഇന്ത്യൻ ജനതയെ ഞെട്ടിക്കുകയായിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.